ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ഒരു ഉണ്ണിയപ്പം തിന്നാനൊരു കൊതി ഞങ്ങൾക്ക്. അപ്പോൾ തന്നെ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ച്. അതിനുശേഷം 3 ആണി ശർക്കര എടുത്തിട്ട് പാനിയാക്കി, ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ആക്കി വെച്ചു. പിന്നെ അതിലോട്ട് ഞാൻ 2 പാളയംകുടം പഴം എടുത്തിരുന്നു കേട്ടോ. ഒരു പഴം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യുന്ന, പക്ഷേ എൻ്റെ അടുത്ത് 2 പഴം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പാളയംകുടം പഴം എടുത്ത്, പിന്നെ കുറച്ച് ഏലക്ക എൻ്റെ കയ്യിലെടുത്തത് മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഒരു 4 ഏലക്കായ അങ്ങനെ എങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ ഇന്ന്. അങ്ങനെ മിക്സീൻ്റെ ജാറെടുത്ത് അതിലേക്ക് പഴമിട്ട് അരിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. പിന്നെ അതിലോട്ട് ഏലക്ക പൊടിയില്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്ത് അതിലോട്ട് 4 ഏലക്കായും കൂടെ ആഡ് ചെയ്ത് എന്നിട്ടാണ് അരച്ചെടുത്തത്. പക്ഷേ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് അരി കഴുകിയിട്ട് വെള്ളം മാറ്റിയതിന് ശേഷം, വെള്ളം പോയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ആ പൊടിയിലിട്ട് ശർക്കരപ്പാനിയും ഈ പഴവും ശർക്കരപ്പാനി മിക്സിയിൽ അടിച്ചത് ഒഴിച്ചിട്ട് ഏലക്കപ്പൊടി ഇട്ടിട്ടാണ് അമ്മയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ സിമ്പിൾ പരിപാടിയാണ് ഞാൻ ചെയ്യാറ്. പെട്ടെന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കേണ്ട രീതിയാണ് ഞാൻ ചെയ്തത് കേട്ടോ. പൊടിയാക്കിയില്ലെന്നു. അങ്ങനെ അത്രയും സംഗതികളൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് 2 ട്രിപ്പായിട്ട് ഞാൻ അരച്ചെടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അരച്ചത് പെട്ടെന്ന് അരച്ചെടുത്തത് കാരണം അതിൻ്റെ മാവിൻ്റെ തരി കുറച്ച് കൂടുതലായി. പക്ഷേ രണ്ടാമത് അരച്ചതാണ് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കുഴച്ചതിന് ശേഷം അവിടെ മാറ്റി വെച്ച്. ഇതൊരു ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞാൻ കുഴച്ച് വെക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, രാത്രി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം രാത്രിയാണ് ഞാൻ നെയ്യപ്പം ചുടുന്നത് കേട്ടോ. പിന്നെ അത് ചുടുന്നതിന് മുന്നേ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ട്, പിന്നെ കുറച്ചൊരു എള്ളും ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഉണ്ണിയപ്പച്ചട്ടി കടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉണ്ണിയപ്പച്ചട്ടി, എനിക്ക് കുഞ്ഞു ഉണ്ണിയപ്പച്ചട്ടിയായിരുന്നു. ഞാനത് ഓൺലൈനിൽ മേടിച്ചതാണ്. വളരെ ചെറുതാണ് ഉണ്ണിയപ്പം, നല്ല കുഞ്ഞതാണ്. അങ്ങനെ ഉണ്ണിയപ്പം ഒഴിച്ച് ചുടുമ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാഴ്ചയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഏകദേശം കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ തരി കുറച്ച് കൂടുതലുണ്ടെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയൊരു സോഫ്റ്റ്നെസ്സിന് കുറവുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം പാതിരാത്രി ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇരുന്നിട്ട് ഞാൻ കഴിക്കുകയാണ്. മോൻ അപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്. മോൾ ഉറങ്ങിപ്പോയി കേട്ടോ. മോൻ പിന്നെ വീഡിയോസിന് മുന്നോട്ട് വരാത്ത കാരണം എടുത്തില്ല. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.